എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സുമതിയുടെ കൈ വിയർത്തു, മൂക്കുകൾ വിറകൊണ്ടു. അല്ല, നിങ്ങളെ സുമതിക്ക് എത്ര മൂക്കുണ്ട്? കൈകൾ വിറച്ചു, മൂക്ക് വീർത്തു. അവൾ ഓടി. ആകാശത്ത് നക്ഷത്രങ്ങൾ കണ്ണീർ പൊഴിച്ചു. പഠിച്ചോനെ, ഇങ്ങനെ വിവരവും കഥയില്ലാത്ത ഒരാളായി പോലും മനുഷ്യൻ. രാവും പകലും കൂടെ ഒരുമിച്ച് എങ്ങനെ വരും മനുഷ്യ? പോയിക്കോ സുറാവി. അല്ലാന്ന് മനുഷ്യനിവിടെ കഷ്ടപ്പെട്ട് ലോക സാഹിത്യം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഓള രാവും പകലും. എടി, ഇത് ഉത്തരാധുനികോത്തര സാഹിത്യ. എഴുതുന്നവനും വായിക്കുന്നവനും ഒന്നും മനസ്സിലാൻ പറ്റൂല. അതെ, ഗ്യാസ് തീർന്നിക്കണ്. അരി വേവിക്കണമെങ്കിൽ വിറക് വേണം. ഒരു കൊള്ളി കഷ്ണം പോലും വീട്ടിലില്ല. സുറാവി, ഈ ഞമ്മളങ്ങനെ ശല്യം ചെയ്യാണ്ട് പൊടിയെടുന്ന്. മാനത്ത് കാട്ടാനകൾ മുരണ്ടു. സൂര്യൻ ഒരു സിംഹത്തെ പോലെ ഗർജിച്ചു. ഹലോ, യെസ്, നോവലിസ്റ്റ് ഗഫൂർ സ്പീക്കിംഗ്. അതെ, ഇന്നലെ പുറത്തിറങ്ങി നമ്മളെ പുതിയ നോവൽ ഒടിഞ്ഞു തൂങ്ങിയ ചില്ലകൾ. നല്ല മൂവിങ്ങ. ഓക്കെ വിടണ്ട് നമ്മള് തരാന്ന്. ഓക്കെ സുറാബി, നമ്മളെ പുതിയ നോവല് ഒടിഞ്ഞു തൂങ്ങിയ ചില്ലകൾ അലമാരയിലുണ്ട്. 10 കോപ്പി. അടുത്തുണ്ട്. അലമാരയിൽ അതില്ല. ആര് പറഞ്ഞു? നമ്മള് രാവിലെയും കൂടി കണ്ടതാണ്. 10 ഉണ്ട്. അത് ഞമ്മളും കണ്ട്. ഒടിഞ്ഞു തൂങ്ങിയ ചില്ലകളല്ലേ? അതിപ്പോ നമ്മൾ അടുപ്പ് കിടന്ന് കത്തുകയാണ്. അങ്ങനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെ. ഒടിഞ്ഞു തൂങ്ങിയ ചില്ല.